ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. 9 മണിക്കാണ്ടാണ് ഇറങ്ങിക്കണത്. ഇന്ന് ഒരു ചലഞ്ച് വെക്കാൻ വേണ്ടി പോണേണ്ട. അതായത് 10 ദിവസത്തെ ചലഞ്ചാണ്ടാ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. 10 ദിവസത്തെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 16-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. 26-ാം തീയതി 22,000 രൂപ എനിക്ക് ഒപ്പിക്കണം. അത് നടപടി ആവില്ല എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ 22,000 രൂപ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2,500 രൂപ വെച്ച് ഓടേണ്ടി വരും, പ്ലസ് CNG. ഈ പറഞ്ഞ കാര്യങ്ങൾ 10 ദിവസം കൊണ്ട് നടപടി ആവില്ല എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എത്ര ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ 10-ാം ദിവസം എത്ര ഏൺ ചെയ്യാൻ പറ്റും, അത് ഞാൻ ക്ലീൻ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പച്ചാമരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. അട്ടപ്പാടി പോയിട്ട് വണ്ടി ഫുൾ അഴുക്കായിരുന്നു, ഞാൻ കൊണ്ടേ വാഷൊക്കെ ചെയ്ത്. CNG പകുതി ഉണ്ട് കേട്ടോ. അയ്യോ കുമ്മായം കോരി വിട്ട് ഇവിടെ പച്ചാമരെ പരിപാടി തുടങ്ങുകയാണ്. സോ ഗായ്സ്, പിന്നെ നമ്മുടെ വണ്ടിയിൽ പേഷ്യൻസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ റൈഡ് തന്നെ കേട്ടോ, കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. സോ ആരൊക്കെ ഇന്ന് കയറും, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട്, ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. കൊച്ചിയിലാണ് എൻ്റെ സ്വദേശവും വീടും ഓടുന്നതും എല്ലാം. സോ എൻ്റെ ലൈഫിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അതായത് നമ്മൾ എത്ര രൂപയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഈ 10 ദിവസത്തെ ഒരു ചലഞ്ചാണ് ഇപ്പം ഇന്നോട്ട് തുടങ്ങിയേക്കണം. സോ നമുക്ക് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളും കസ്റ്റമർ എക്സ്പീരിയൻസ് ഷെയറിങ്, ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. സോ ഞാനിപ്പോൾ ഊബർ ആപ്ലിക്കേഷനാണ് ഓണാക്കിയിരിക്കുന്നത്. ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ ഊബറിൻ്റെ. ഞാൻ യൂസ് ചെയ്യണ ആപ്പ് ഇതാണ്. സോ ഇതിൽ വരുന്ന ട്രിപ്പുകളാണ് ഞാൻ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. എന്തായാലും ഇനി ഒരു ഫസ്റ്റ് ട്രിപ്പ് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ വണ്ടി ഓടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് കറക്കത്തിലും ഇതൊക്കെ പരിപാടിയിലൊക്കെ ആയിരുന്നു. സോ ഇന്നിപ്പോൾ എന്തായാലും ഫ്രീ അപ്പാണ്. ഇന്ന് മുതൽ 10 ദിവസം ഫ്രീ അപ്പാണ്. കാരണം ഈ പറഞ്ഞ 22,500 റുപ്പീസാണ് ഇൻഷുറൻസിനാവുന്നത്. അത് നമ്മൾ വണ്ടി ഓടി തന്നെ എനിക്ക് ഒപ്പിക്കണമെന്നൊരു അതിയായ ആഗ്രഹവും പിന്നെ ഒരു ചലഞ്ചും കൂടി നമുക്ക് കൊടുക്കാമെന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ 9 മണിക്കാണ് വണ്ടി എടുത്ത് ഇറങ്ങിയേക്കണത്, രാത്രി 9 മണി വരെ. അതായത് 12 മണിക്കൂർ ഞാൻ വണ്ടി ഓടാനുള്ള തീരുമാനത്തിലാണ്ടോ. ഓട്ടോ ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പെട്ടുപോകും. സോ 10 ദിവസം 12 മണിക്കൂർ ഓടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്തായാലും വീഡിയോയിലോട്ട് ഓടാം. നമുക്കൊരു ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരുന്നിട്ട് അത് റഡാറായിരുന്നു. 9:36 ഫസ്റ്റ് ട്രിപ്പ് എനിക്ക് അടിച്ചത്. സോ അത് റഡാറായിരുന്നു, വേറെ ആരോ കൊത്തിക്കൊണ്ടുപോയി. ഗൈസ്, ഒരു ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് 9:49, അതായത് 3/4 മണിക്കൂർ വേസ്റ്റാണ് നമ്മുടെ സമയം. എന്നിട്ടാണ് എനിക്കൊരു ട്രിപ്പ് അടിച്ചാണ്. അതും ചെറിയ ട്രിപ്പാണ് അടിച്ചാണ്. അളിയ എന്താണത്, സ്റ്റക്കാണല്ലോ, പോയിപ്പിക്കുക. ഇതൊരു സ്മോൾ ട്രിപ്പാണ് അടിച്ചാണ്. 149 റുപ്പീസ് ഓൺലി. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് 142 രൂപയാണ് കിട്ടിയേക്കണത്. ഫസ്റ്റ് ഞാൻ അവിടെ എത്തിയപ്പോൾ കിലോമീറ്റർ ഇട്ടാണ്. 5 കിലോമീറ്റർ ഓടിച്ചിട്ടാ. 5 കിലോമീറ്ററിന് 142 രൂപ കിട്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റേ പനമ്പള്ളി നഗറിലാണ്ടാ. നൈസ് ഒരു കസ്റ്റമറാണ്, സൈലൻറ്റ്, കാം, അടിപൊളി, നല്ലൊരു പാവം പിടിച്ചൊരു കസ്റ്റമറാണ്. ഒരു നമ്മുടെയൊക്കെ ഏജ് ആയിട്ടുള്ള ഒരു മച്ചാനായിരുന്നു. മച്ചാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ TK എന്ന് പറഞ്ഞു. അവിടെ കയറിയപ്പോൾ മലയാളം പറഞ്ഞു, ഇവിടെ എത്തിയപ്പോൾ TK എന്ന് പറഞ്ഞു. മച്ചാൻ ഞാൻ ബംഗാളിയായിട്ട് തോന്നിയാന്നറിയില്ല. ഓക്കെ, അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. സോ ഗൈസ്, 10:10 ഒറ്റ ട്രിപ്പാണ്. 9 മണിക്ക് ഇറങ്ങിയിട്ട് ഒറ്റ ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 142 രൂപ കേട്ടോ. അപ്പോൾ വാത്തുരുത്തി സൈഡൊക്കെ ചെയ്യവേ ഒറ്റ പൊന്ന് ഗൈസ്. ഒരു ചേച്ചി ഒരു 30-35 വയസ്സുണ്ടെന്നോ, അടിച്ച് പറപ്പിച്ച്. ഞാൻ മിററിൽ കൂടി കാണണേണോ, എൻ്റെ പൊന്നെ എന്ത് പോക്കാ പോയത്. ഞാൻ എന്നിട്ട് ഫോൺ അടിച്ചിട്ട് മൈൻഡ് ചെയ്യാനുള്ള ഒറ്റ പോക്കാ പോകണം, ചെത്തറിയാ പോയത്. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ഇങ്ങനെ വണ്ടി ഓടിക്കണത്. ഭയങ്കര അപകടം പിടിച്ച ഡ്രൈവിങ്. നമ്മുടെ സ്പോട്ടിൽ പോയി കിടക്കാട്ടോ. മറൈൻ ഡ്രൈവിലേക്ക് ഒരു എണ്ണം വന്നിട്ടുണ്ട് ഗൈസ്. പോസ്റ്റൊന്നും കിട്ടിയില്ല, നമ്മുടെ സ്പോട്ടിൽ എത്തണ മുമ്പ് തന്നെ വന്നു. ഐ തിങ്ക് ബാക്ക് അടിച്ച് പോകേണ്ടി പറ്റും. വിക്കട്ടെ.
സ്ഥലത്തെത്തി ഗൈസ്. ബട്ട് ദാറ്റ് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു മോനെ പുറത്തിട്ടാൽ മതി മോനെ, അവർ വന്നോളൂന്ന് പറഞ്ഞു. വെയിറ്റിംഗ് മറ്റേണ്ടി വരുമോ? വിളിച്ചു നോക്കാം. പുള്ളി പറയുന്നു ഗൈസ് അത്ര ലഗേജ് നമ്മുടെ വണ്ടി കയറിയിട്ടാ. 3 പിള്ളേരായിരുന്നു ലക്ഷദ്വീപില. ഉണ്ടോ ഇത്രയും ലഗേജ് കയറിയിട്ടാ വണ്ടിയിൽ. എങ്ങനെ കയറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കയറ്റി. അവരുടെ തന്നെ കിളി പറഞ്ഞു. വിറ്റ് സീനായിരുന്നു ഗൈസ്. ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കട്ടെ എന്നിട്ട് ബാക്കി സംസാരിക്കാം. നല്ല അടിപൊളി പിള്ളേരായിരുന്നു. അവരോട് പറഞ്ഞേ ആ ലഗേജിൻ്റെ ഫോട്ടോ ഒന്ന് ഞാൻ എടുത്തോട്ടെ. അപ്പോൾ അവർ ചിരിക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ. പൈസ തന്നില്ലായിരുന്നോ? എത്ര രൂപയാണ്? 104. സ്മോൾ ട്രിപ്പ് 104 രൂപ കിട്ടിയാണ്. എന്തോ പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. 9 കിലോമീറ്റർ ആയിട്ടാ ടോട്ടല്. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി കിടക്കാം. കറക്റ്റ് ഗ്യാപ്പാണത്, കറക്റ്റ് ഗ്യാപ്പ്. പെട്ടെങ്കിലും കൊണ്ടിടാം. അത് ചെറിയ റോഡായതുകൊണ്ടേ എപ്പോൾ വേണമെങ്കിലും ബ്ലോക്ക് ആവും. അതാ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇടാം. ഇടാനൊരു സ്ഥലമില്ലെന്ന് ഗൈസ്. അവിടെ രക്ഷയില്ല, അവിടെ ഇടാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നമുക്ക് PT ഉഷ റോഡിൽ കൊണ്ടിടാം, അപ്പുറത്തെ റോഡിൽ കൊണ്ടിടാം. ഇവിടുത്തെ ലക്ഷദ്വീപിൽ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് അമിനി എന്ന് പറഞ്ഞിട്ട് അമിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ. ഞാൻ ലക്ഷദ്വീപ് പോയിട്ടില്ല, എനിക്കറിയില്ല ലക്ഷദ്വീപിനെ പറ്റി. എന്തായാലും അവരോട് സംസാരിച്ചപ്പോൾ നല്ല രസമുണ്ട്. സ്ലാങ് ഒക്കെ ഇല്ലേ, അടിപൊളിയാണ്. നല്ല അടിപൊളി പിള്ളേരാണ്. അവർ ഗുജറാത്തിലേക്ക് പോകണേണ്, പഠിക്കാൻ വേണ്ടി ഗുജറാത്തിലേക്ക് പോകണേന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടോ ചേട്ടാ, കാരണം ഛർദ്ദിക്കാൻ വരും, ഞങ്ങൾക്ക് ഛർദ്ദിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും നോക്കണ്ട, തുറന്നിട്ടോന്ന് പറഞ്ഞു. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പടി പാലപ്പഴത്തേക്ക് കിട്ടും. തുറന്നിട്ടോ, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. കമ്മീഷണർ പോകാൻ വേണ്ടി നിർത്തിച്ചാണ്ടെന്നെ. ഞാനും വിചാരിച്ചു എന്ത് പറ്റി മാഡം ഒന്ന് ഞാൻ ചോദിക്കാൻ പോയതാ ക്ലാസ് ആദ്യം. അപ്പോഴാ ഒരു വണ്ടി പോകുന്നു, 1 സ്റ്റാർ വണ്ടി. ചെറിയൊരു ചിരി. എന്നോടല്ലട്ടാ, സാറിനോടാ. നമ്മ നിർത്തി കൊടുത്തത്, നമ്മ ഒബേ ദ ട്രാഫിക് റൂൾസ്, അത്രേ ഉള്ളൂ. PT ഉഷ റോഡ്, അവിടെ ചെന്ന് നിൽക്കാം. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. 2 കസ്റ്റമർ അടിപൊളിയായിരുന്നു. അത്രയും ലഗേജ് നമ്മുടെ വണ്ടി കയറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കയറ്റി 3 പേരും അത്രയും ലഗേജും. അതൊക്കെയാണ്, അതാണ് കൊച്ചി റൈഡറിൻ്റെ വണ്ടി നിങ്ങൾ വിചാരിക്കണമല്ലോ എന്നല്ല. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാടാ. ഒരു ദിവസത്തെ റെൻ്റലോ കൊച്ചി സൈറ്റ് സീയിങ്ങോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ദൈവമേ, ഇവിടെ എന്താണിത്? ഇവിടെ അതിൻ്റെ അപ്പുറത്തെ അവസ്ഥയാണടാ. വണ്ടി ഇടാനേ സ്ഥലമില്ല. പക്ഷേ വെയിലത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ. വേറൊരു സീനുണ്ടായി ഗൈസ്. എൻ്റെ പൊന്നോ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ്ടാ ഒന്ന് ടെൻഷനായി പോയി. സംഭവം ഒന്നുമല്ല, ഞാൻ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി കോട്ടേഴ്സിൽ നിൽക്കണേണല്ലോ. ആ കോട്ടേഴ്സിൽ നിൽക്കണ സമയത്ത് പെട്ടെന്ന് ഇവർ ഇത്രയും ലഗേജസ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ മിററിൽ കൂടി കണ്ട്. ഞാൻ പറഞ്ഞു കുറേ ലഗേജസ് ഉണ്ടല്ലോ, ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല, മാക്സിമം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതെന്താ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സെഡാൻ വിളിക്കേണ്ടി വരും, ഇത്രയും ലഗേജൊക്കെ ഇല്ലേ, എൻ്റെ CNG ആണല്ലോ എന്ന് പറഞ്ഞു. ഹാച്ച് ബാക്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാക്സിമം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വലിയ ലഗേജ് ഉണ്ട്, അതെടുത്ത് ഞാൻ CNG ടാങ്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വേണമെന്ന് ഇങ്ങനെ വെച്ചതുമില്ലേ, വണ്ടി നേരെ ഫ്രണ്ടിലോട്ട് പോയി. എൻ്റെ അവരെല്ലാവരും കൂടി കയറി വണ്ടിയിൽ പിടിച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലായിരുന്നു, വിട്ടുപോയി. കോമഡി എന്നൊക്കെ പറയൂലേ, മുട്ട കോമഡി. ഭാഗ്യത്തിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല റോഡിലൊന്നും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എൻ്റെ വണ്ടി ലഗേജും കൊണ്ട് പോയാനേ കഴിച്ച്. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പണ്ടത്തരം പറ്റണത്. അതുകൊണ്ട് എല്ലാവരും ഹാൻഡ് ബ്രേക്കൊക്കെ യൂസ് ചെയ്യട്ടാ, പെട്ടുപോയി.
അതുകൊണ്ട് അവർ വണ്ടി കയറിയപ്പോൾ മുതൽ ഒന്ന് ചിരിയായിരുന്നു. ഫുൾ കോമഡി ആയിരുന്നു ഗൈസ്. 8-ന്റെ പണി. ഒരു ചേട്ടൻ വന്നു. ചേട്ടൻ പറഞ്ഞ് കൂട്ടാ 20 രൂപ പാസ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ട എല്ലാ വണ്ടിയും ഇവിടെ കിടക്കണയുള്ള എനിക്ക് മാത്രം എന്തിനാ പാസ് എന്ന് വെച്ചിട്ടാ. അപ്പോൾ പുള്ളി പറഞ്ഞ് മോനെ ഇതിപ്പോൾ കോർപ്പറേഷൻ പാർക്കിംഗ് ആക്കി അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ ഇഷ്യൂ ചേട്ടാ, ടാക്സി വണ്ടിയാണ്, ഒന്നും കിട്ടിയിട്ടില്ല ചേട്ടാ. ഞാൻ വണ്ടി എടുത്ത് മാറ്റിക്കോളാന്ന് പറഞ്ഞു. സോ ഗൈസ് 20 റുപ്പീസ് ഇവിടെ കൊടുത്ത് കിടക്കാനാണ് നല്ലത്. വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ആസ് എ ഊബർ ഡ്രൈവർ ഉണ്ടോ ആ ചേട്ടൻ എല്ലാവരുടെ അടുത്തൊന്നും മേടിക്കണ്ട കേട്ടോ. ആ ചേട്ടൻ നല്ല മാന്യമായിട്ടുള്ള ഒരാളാണ്. ടാക്സി വണ്ടി കാണുമ്പോൾ ആ ചേട്ടൻ അറിയാം അമ്മമാർക്കൊന്നും ഓടി കിട്ടണമെന്നില്ലെന്ന്. 20 രൂപ ഈ ഏരിയയിൽ കിടക്കാൻ ഇപ്പോൾ 20 രൂപ. എൻ്റെ പൊന്നോ. യെസ്, എവിടെയും കിടത്തൂലല്ലോ ദൈവമേ. ഇനി അവിടെ കൊണ്ടേ കിടും. MG റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല. അതെ ഇതാണ്ട സംഭവം. ശേഷാദ്രി റോഡ്, കൊച്ചി കോർപ്പറേഷൻ പേ ആൻഡ് പാർക്കിംഗ്. റോഡൊക്കെ പേ ആൻഡ് പാർക്കിംഗ് ആക്കിക്കണം. എന്ത് മനുഷ്യരാണ് അതൊക്കെ. ഒരു ട്രിപ്പിന് വേണ്ടി മൊത്തത്തിലൊന്ന് കറങ്ങി, എന്നിട്ടും ട്രിപ്പ് കിട്ടിയില്ല. അപ്പം ഞാൻ ഹൈക്കോർട്ട് സൈഡിൽ കൊണ്ട് പിടിച്ചിട്ടിരുന്നു വണ്ടി. ഇവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും. ഇവിടെ ഞാൻ എപ്പോഴും കൊണ്ടുവന്ന് ഇടാറ്. ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കാം. പൈസ എനിക്ക് കത്രിക്കടവിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. സമയം 11 മണിട്ടാ. 11 മണിക്കത്തെ ട്രിപ്പാണ് സ്ട്രൈറ്റ് ആണ്. സോ ഈ ഫണ്ടും കൂടി കിട്ടിയിട്ട് വേണം എനിക്ക് CNG അടിക്കാൻ. CNG 3 വട്ടം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്ക് കത്രിക്കടവിലേക്ക് പോണത് കൊണ്ട് നമുക്ക് എന്തായാലും CNG അടിച്ച് സെറ്റാക്കി ഇടേണ്ടി പറ്റും. അവിടെ പമ്പുണ്ട്. അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഏത് ഗുദാമിലേക്കാണ് നമ്മൾ പോണേന്ന് അറിയാൻ പറ്റില്ലല്ലോ. കൈസി മേഡം ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇത് ബാങ്കാണെന്നോ. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള VIP കസ്റ്റമർ ആയിരുന്നു കേട്ടോ. മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ് കാസർഗോഡ് എവിടെയാണെന്ന് ചോദിച്ചു വീട്. ഞാൻ പറഞ്ഞു ഞാൻ കാസർഗോഡുകാരനല്ല മേഡം, കൊച്ചിക്കാരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ തനിക്കൊരു കാസർഗോഡ് ലുക്കുന്നു. അതെനിക്കറിയില്ല. ഞാൻ കൊച്ചിക്കാരൻ. കൊച്ചിയിലെവിടെയാന്ന് വെച്ചാൽ പള്ളുരുത്തി. പള്ളുരുത്തിക്കാരനാണല്ലേ. അതെ. അല്ല, കൂടുതലും ടാക്സി വിളിച്ച് കയറുമ്പോൾ കാസർഗോഡും ഉള്ള മച്ചാന്മാരാണ് മേഡത്തിന് കിട്ടിയേക്കണത്. അതുകൊണ്ട് ചോദിച്ചതെന്ന് പറയും. ഓക്കെ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. അടിപ്പം കസ്റ്റമർ. അതായത് നമുക്കിപ്പോൾ 404 രൂപ ഉണ്ടാ കിട്ടിയേക്കണത്. ഗൈസ് നമുക്ക് ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് CNG അടിക്കാടാ. അപ്പോൾ ടോട്ടൽ 20 കിലോമീറ്റർ ഓടി. ഇനി 2 വട്ട CNG ഉണ്ട്. ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് നമുക്ക് CNG അടിക്കാം. ഓക്കെ, ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാം. സമയം 11:30 ആയിട്ടാ. പിന്നെ നമ്മുടെ മുമ്പിൽ 8 മണിക്കൂറാണുള്ളത്. 9 മണിയാണ്. 12 മണിക്കൂറിൽ ഇത്ര സമയം നമ്മൾ 400 രൂപ ഉണ്ടാക്കി എടുക്കണേണ്ട. 9 മണിക്ക് ഇറങ്ങിയിട്ട് 11:30 മണി വരെ 400 റുപ്പീസ് ഓൺലി. ഊബറിന് സങ്കടമായിരുന്നു വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞത്. 140, 110, 120 എന്നൊക്കെ ഒരു മോചനം തന്ന് 200 രൂപ. 200 രൂപ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഊബർ കുറച്ചും കൂടി കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു. പോട്ടെ ഞാൻ പോകുള്ളൂ. പോയിക്കോ കോനും പോയിക്കോ. മക്കളെ പിന്നെ പോയിക്കോ. ഏസപ്പാ പിക്കേടെ അമ്മയുടെ ബാക്കി വിശേഷങ്ങൾ പറയാം. മേഡം വേമ്പനാട്ട് ഗാർഡൻസിലേക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് 2-3 നമ്പറും പറഞ്ഞു കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ട്രിപ്പ് ലൂർദ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ. പക്ഷേ പേഷ്യൻ്റ് അല്ല. അതുകൊണ്ട് ഫ്രീ ട്രിപ്പ് ഭാഗ്യമില്ല. ആ ചേച്ചിയുടെ ആരോ ഇവിടെ ആശുപത്രി കിടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഞാൻ ഇങ്ങനെ ചോദിച്ചു മാഡം എന്തെങ്കിലും പേഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞ് മാഡം നമ്മ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പേഷ്യൻ്റ് ആണോ, അവർക്കറിയില്ലല്ലോ ഇങ്ങനെ ഈ
ഇതിപ്പോൾ ഈ പുള്ളി ഈ ടാക്സി ഡ്രൈവർ ഫ്രീ ആയിട്ടുള്ള ഒരു യാത്ര തരാനാണ് ചോദിക്കണതെന്ന് അവർക്കറിയില്ലല്ലോ. ഇത് ഞാൻ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിടാം. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴേ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളെ എൻ്റെ അടുത്ത് ചോദിക്കണ ആരെയും വിളിച്ചിട്ട് വന്നു പേഷ്യൻ്റ് ആണോ, എന്താ അസുഖം, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സീനല്ലേ. അവ ഞാനിപ്പോൾ മാഡത്തിനോട് ചോദിച്ചു മാഡം പേഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു. അവ മാഡത്തിനൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഫ്രീ റൈഡാണ്. സോ അതുകൊണ്ട് പേഷ്യൻസിന് ഫ്രീ റൈഡാണ് എൻ്റെ വണ്ടിയിൽ, അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാ മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇല്ല ഞാൻ പേഷ്യൻ്റ് അല്ല, ഞാൻ അമ്മനെ കാണാൻ വേണ്ടി പോണേന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. ഈ ഫ്രീ റൈഡ് മാഡം 200 റുപ്പീസാണ് തന്നത്, അവിടെ നിന്ന് ഇവിടം വരെ 200 ഉണ്ടോ. സോ ഒരു ഹോസ്പിറ്റൽ കേസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് വന്നേക്കണത്. അപ്പോൾ ഇത് ഫ്രീ റൈഡ് അല്ല കേട്ടോ, ഇത് പേഷ്യൻ്റ് അല്ല. സോ നമുക്ക് പൈസ കിട്ടി അങ്ങനെ. പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് എങ്ങനെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ഈ ഓപ്പണായിട്ടല്ലേ പറയണത്, അത് അത്ര പേര് ആക്സെപ്റ്റ് ചെയ്യും അതൊന്നും എനിക്കൊരു പിടുത്തില്ല. എന്തായാലും എൻ്റെ വണ്ടിയിൽ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാരാണെങ്കിലും ഊബർ വിളിച്ച് കയറുന്ന പേഷ്യൻ്റായിട്ടുള്ള ആൾക്കാർക്കും ഗർഭിണികൾക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ റൈഡാണ്. അപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാവും എങ്ങനെ സെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ സമയം 12:11 അപ്പോൾ 9, 10, 11, 12 4 മണിക്കൂർ 600 രൂപ. ഒരു കുറ്റിക്കാട്ടിലോട്ടൊരു ട്രിപ്പ് കിട്ടിയിട്ടാ. ഓക്കെ, ഒരു പാവം പിടിച്ച സാറും ഒരു മോളും ഒരു അമ്മയും കൂടിയായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ലൊക്കേഷനിൻ്റെ ഉള്ളിലോട്ട് കാണിക്കൂല മോനെ, ഒന്ന് ഉള്ളിലോട്ട് കയറ്റി നിർത്തി തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് സീനൊന്നുമില്ല, ഞാൻ കയറ്റി നിർത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷെ വഴി ഭയങ്കര ശോകമായിരുന്നു. പക്ഷേ ഒരാൾക്കൊരു ഉപകാരം ചെയ്തതാണ്. വേണ്ട വഴി നോക്കി കറക്റ്റ് ഒരു വണ്ടി പോകണം. ഭയങ്കര വൃത്തികേടായിട്ടിരിക്കണം കേട്ടോ ഈ സ്ഥലം. ഉള്ളിലേരിയാണ്, ഈ തോടൊക്കെ ഭയങ്കര ശോകമായിട്ടിരിക്കണം. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വന്നപ്പോൾ ടോളൊക്കെ കടന്നാണ്ടോ വന്നത്, കറക്റ്റ് ഗ്യാപ്പാ. മുളകുകാടാണ് എത്തിയടാ. സോ ഗൈസ് നമ്മൾ ഇപ്പോൾ 738 റുപ്പീസ്. പിന്നെ പുള്ളിക്കാരൻ ലൊക്കേഷൻ ഇവിടം വരെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ എന്നിട്ട് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച്, ഞാനൊരു 40 റുപ്പീസ് എക്സ്ട്രാ ഇട്ടിരുന്നു കേട്ടോ ബ്രോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഓട്ടിപ്പോയാൽ പോയി. വേറൊരു വണ്ടി അവിടെ നിന്ന് വന്ന ട്രാപ്പാണ്, കാരണം കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. മാതാവ് നമ്മളങ്ങനെ ചതിക്കാറില്ല, അതുകൊണ്ട് വണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ഇവിടെ മൊത്തം ചെളി കോറി വെറുതെ അലമ്പായി കിടക്കണ സ്ഥലം, ഭയങ്കര സ്മെല്ല്. ഇനിയിപ്പോൾ മുളകുകാട്ടിൽ നിൽക്കാം. ഈ വഴിയൊക്കെ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണ്ട. ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം, ഓട്ടം കിട്ടിയിട്ട് പോവാം. നമ്മുടെ ഫാസ്റ്റാഗും കൂടി ഒന്ന് റീചാർജ് ഇട്ടേക്കാം. ഗൈസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. റൈഡർ ക്യാൻസൽഡ്. ഇവിടെ വന്നിട്ട് രക്ഷയില്ലെന്നാണ്ടോ തോന്നണം ഗൈസ്. കുറേ നേരം ഞാൻ നിൽക്കണത്, നല്ല ചൂടാണ്. അവിടെ ഒരു കഞ്ഞിക്കട ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും പോയി കഴിക്കാം. സമയം 12:45. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെള്ളക്കാന്താരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ കയറി ഫുഡ് അടിക്കാം. നല്ല തിരക്കുണ്ടല്ലോ അവിടെ. ഗൈസ് എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടോള് ഇവിടെയാണ്, പക്ഷെ ടോള് ഈ വഴി കൂടിയാണ് കാണിക്കണത്. ടോള് വഴിയേ നമുക്ക് പോകാൻ പറ്റുമുള്ളൂ. ഇത് അടച്ചുകൂടിയിട്ടുണ്ട്. അയ്യോ, വില കൂടി കയറാം. പക്ഷെ എന്താണല്ലേ ടോൾ എടുക്കാതെ പരിസരത്തിൽ കൂടി പോകാൻ പറ്റില്ല. ഈ വഴി കൂടി കാണിക്കണം കേട്ടോ. എന്താണത്? ഇപ്പൊ ഞാൻ ടോളിന്റെ ഇപ്പുറത്താണ് നിന്ന് വെച്ചത്. പക്ഷെ എനിക്ക് ഈ ബുക്കിംഗ് കിട്ടിയേക്കണോണ്ട് ഞാൻ ടോൾ എടുത്ത് വന്നതാണ്. പെട്ട് റോഡ് ക്ലോസ്ഡ് ആണല്ലോ.
കട്ടോലി കിടക്കുന്നതിന് ഇവിടെ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കാറ് വന്നതാ. പെട്ട് റോഡ് ക്ലോസ് ആണെങ്കിൽ തീർന്നിട്ടാ. അശോ, എന്ത് ട്രാജഡിയാണ് എനിക്ക് കിട്ടിയേക്കണപ്പ. 900 മീറ്റർ അപ്പുറത്താണ് കസ്റ്റമർ നിൽക്കണത്. പക്ഷേ റോഡ് ക്ലോസ്ഡ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നടക്കാൻ പോണെന്ന് എനിക്കൊരു പിടുത്തൂലടാ ഗൈസ്. തേപ്പ് കട, തേപ്പ് കിട്ടി. കട്ടയൊക്കെ ഓൾറെഡി വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷേ റോഡ് ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് മാത്രം എടുത്ത് മാറ്റിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. ഇനി വൈദ്യ വരെ ബ്ലോക്ക് ആയിട്ടില്ല. ഇനി 450 മീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. തീർന്നു. പോവില്ലല്ലേ? ആ, അപ്പുറത്തെത്താ. ഇവിടുന്ന് ഇവിടം വരെ എത്ര ദൂരം? 450 മീറ്റർ വരെ പോവും. 450 മീറ്റർ വരെ പോവും. ആ, 350 മീറ്ററിന്റെ അപ്പുറത്താണ് കസ്റ്റമർ നിൽക്കണത്. പോയിക്കോളൂ അല്ലേ? ആ, ഓന്ന് പറയണ്ട് പുള്ളി. ദൈവമേ, പെട്ട് 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 പെട്ട്. എന്റെ പൊന്നെ, ഇങ്ങനത്തെ ട്രാജഡി എനിക്ക് ആദ്യമായിട്ടാണ്ട. ഇനിയിപ്പോ ഈ കസ്റ്റമർ എടുത്തിട്ട് 3 കിലോമീറ്റർ കറങ്ങി വേണം നമ്മ പോവാനേ. അതാണ് ഏറ്റവും വലിയ സീൻ. ആ കസ്റ്റമറെ ഞാൻ കണ്ട് ഗൈസ്. പോവൂലല്ലേ? ആ ആ, ഗൈസ് എന്തോ പരിപാടിയാണ് ഊബർ കാണിച്ചത്. അതിൽ ടോൾ ആഡായില്ല ഗൈസ്. 200 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണത്. അതിൽ ടോൾ ആഡായിട്ടില്ല. എന്താണല്ലേ, ഊബർ വിളിച്ചിട്ടല്ലേ നമ്മൾ കസ്റ്റമർ പിക്കാൻ വേണ്ടി പോയത്. എന്നിട്ടിപ്പോൾ നമുക്ക് ടോളിൻ്റെ പൈസ ഇല്ല. ഇടയ്ക്ക് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കും. തല്ലമണ്ട നോക്കി കൊടുക്കണം. വള്ളിയൊക്കെ നല്ലൊരു മറ്റേ ടോളും കൂടി ആഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 260 റുപ്പീസ് കയറേണ്ട ഒരു ട്രിപ്പാണ് സത്യത്തിൽ. അത് ഇത്രയും ആ കാട്ടിൽ പോയി നമ്മ ആളെ വിളിക്കുകയും ചെയ്ത്. എന്നിട്ട് ഇവിടെ ഒരു വള്ളി എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, വള്ളി മൂടി ട്രിപ്പായിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത നല്ലത് ദൈവം കൊണ്ടും തരും. കരയല്ലേ മോനെ, കരയല്ലേ. 1700 രൂപ CNG അടിച്ച് ഫുള്ളാക്കി ഇട്ടണേടാ. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. പണി തുടങ്ങണേ മുമ്പ് ഇനി ഫുഡ് കഴിക്കണം. ഇവിടെ ഞാനേ മീൻ പ്ലസ് ഊണ് 70 രൂപ, മീൻ കറിയും ഊണും 70 രൂപ എന്ന് പറഞ്ഞ എഴുതിയ ശേഷമാണ് ഉണ്ടായിരുന്നു. പൈസ ഒരു കറക്റ്റായിട്ട് ആ മീൻ കറിയും ഊണിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ട, മീൻ കറി പ്ലസ് ഊണ് ബാറായിരുന്നു കേട്ടോ, വെറുതെ അല്ല. കറക്റ്റായിട്ടൊരു ട്രിപ്പ് അടിച്ചു ഗൈസ്. സോ ഇനിയിപ്പോൾ ആ ട്രിപ്പ് എടുത്തിട്ട് ഫുഡ് അടിക്കാം. 150 റുപ്പീസാണ്. കാരണം ഞാൻ എടുത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഈ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ ട്രിപ്പ് കിട്ടിയാൽ തന്നെ ലക്കാണെന്ന് പറയാം. പുള്ളി ലൊക്കേഷൻ ഇട്ടത് ഇപ്പുറത്തെ ബസ് സ്റ്റാൻഡിലാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കണം. ഇനിയിപ്പോൾ യൂട്ടറടിച്ച് വരണം. സീനായി. പോസ്റ്റ് ഡാറ്റ കോളിൽ കോൾ ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് ഇഷ്യൂ കാണിക്കുമല്ലോ. പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പുള്ളി അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ പുള്ളി അപ്പുറത്തേക്കാണ്. സീൻ കൊള്ളാം. ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, സാറേ ലൊക്കേഷൻ ഇട്ടേക്കണത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്, ഞാൻ അതുകൊണ്ടാണ് ആ സർവീസ് റോഡ് പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി വന്നത്. അവിടെ നിൽക്കും, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പം അവിടെ നിൽക്കണ്ടട്ടാ. ഇനിയിപ്പോൾ എന്നെ ചീത്ത പറയുമായിരിക്കും. ചീത്ത പറയില്ല, കാരണം ഞാൻ കാണിച്ചോളൂ. ലൊക്കേഷൻ കാണിച്ചാൽ പോലെ എനിക്ക് ലൊക്കേഷനിലല്ലേ പോയി നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ചീത്ത പറഞ്ഞാൽ
എൻ്റെ സ്വഭാവം അറിയും. ഞാൻ വണ്ടി എടുക്കൂലെന്ന്, ഞാൻ വണ്ടി ഓണാക്കൂല. ഇന്നെന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ വണ്ടി ഓണാക്കൂലെന്ന്. ആ സാധനമൊക്കെ ഗൈസ്. അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. കാർത്തിയാനി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ. ഞാൻ അവരെ ഡ്രോപ്പ് അടിച്ച് നമുക്ക് ഭാർഗവൻ ചേട്ടൻ്റെ കടയിൽ കയറാം. അവർ കാർത്തിയാനിയുടെ കടയിൽ കയറിയാൽ നമ്മൾ ഭാർഗവൻ ചേട്ടൻ്റെ കടയിൽ കയറും. എനിവേ എനിക്ക് വിശക്കണം. ഞാൻ ഇനി ഫുഡ് അടിച്ചിട്ട് ബാക്കി പരിപാടികളും ഇടാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഇതിപ്പോൾ ഇതിൽ നിന്ന് ഒരു 130 രൂപ കൂടി കുറക്കേണ്ടി വരും കേട്ടോ. ഒരു ഊണും ഒരു മത്തി വറുത്തതും കഴിച്ചിട്ടാ. ഇൻഷുറൻസ് നമുക്ക് അടക്കാം, ഡോണ്ട് വറി ഗൈസ്. ഇവിടെ ഒരു അരമണിക്കൂർ വേണ്ട, അരമണിക്കൂറിൻ്റെ അടുത്ത് നിന്നിട്ടോ. രക്ഷയില്ല. കുണ്ടന്നൂർ ജംഗ്ഷനാണ്, എന്നിട്ട് രക്ഷയില്ല. ആരാമോ ഞാൻ നേരെ SH അങ്ങോട്ടേക്ക് വന്നിട്ടാ. SH അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അടി ഉറപ്പാണെന്ന് എനിക്കറിയാം. കറക്റ്റ് SH എത്രയും മുമ്പ് തന്നെ അടിച്ച്. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കണമായിരുന്നു. കാരണം അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഈ വഴി കൂടി ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു ട്രിപ്പ് കിട്ടും. അത് SH അടിച്ചിട്ടുണ്ടാ. ഏതോ സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ടീച്ചറായിരിക്കാം. തലൂരിലേക്ക് കാണിച്ചേക്കണം. ട്രിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് ട്രിപ്പ് കിട്ടുന്ന ഏരിയയിലോട്ടൊക്കെ അങ്ങോട്ട് പോവാം. ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോതമംഗലത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ട് എനിക്ക് 1295 രൂപ കാണിച്ചിട്ടുണ്ട്. അയ്യോ, റൂട്ട് മാറിപ്പോയി. റൂട്ട് അങ്ങോട്ടായിരുന്നു. ഇത് നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ, ഒരു മാഡം സാറ്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം മൊത്തം 1294 രൂപ കേട്ടോ. പിന്നെ ഈ കോതമംഗലത്തെ ട്രിപ്പും കൂടി നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും. 1295 രൂപ ഉണ്ടോ കോതമംഗലം വരെ കാണിച്ചേക്കണത്. എന്താണെങ്കിലും ഞാൻ എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടാ. 5:19 സ്ഥലത്തെത്തി. സ്ഥലം ഏതാന്ന് വെച്ചാൽ കോതമംഗലത്ത് തന്നെ ഉള്ളിലുള്ള ഏതോ ഒരു സ്ഥലമാണ്. ഇനി മാപ്പൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പുറത്ത് ആടാൻ. ഇതിൻ്റെ കോതമംഗലത്താണ്. അവിടെ റബ്ബർ തോട്ടം, കൃഷിത്തോട്ടം, അങ്ങനത്തെ വൈബിൽ നിൽക്കണ ഒരു കലക്ക സ്ഥലത്താണ് ഞാൻ എത്തിയത്. ഞാൻ കഥ പറയണേ മുമ്പ് ഞാനൊന്ന് സ്ഥലം എവിടെയാണെന്ന് നോക്കിയേക്കട്ടെ ഗൈസ്. ഗൈസ് എനിക്കൊരു ട്രിപ്പ് തിരിച്ചടിച്ചിട്ടാ. എടപ്പള്ളിയിലേക്ക് 17 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 7.5 കിലോമീറ്റർ പിക്കപ്പും കാണിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളതാണാന്ന് ദൈവത്തിനറിയാം. നെല്ലിക്കുഴി അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് നിന്ന് അടിച്ചേക്കണം കേട്ടോ. ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്താന്ന് വെച്ചപ്പോ പെട്ടെന്നൊരടി. എന്നാ പിന്നെ അടുത്തിട്ട് തന്നെ പോവാം. നല്ല തലവേനുണ്ട് ഗൈസ്, നല്ല തലവേനുണ്ട്. അത് പെട്ടെന്നൊരു മഴയും വെയിലും എല്ലാം കൂടി അങ്ങോട്ട് ചേർന്നിട്ട് ഒരു കാലാവസ്ഥ വരെ തലവേനെടുത്ത്. ഞാനപ്പോൾ ഈ കൊച്ചിനെ ആക്കിയിട്ട് ഒരു ചായ കുടിക്കാലാന്ന് വിചാരിച്ചിരിക്കണേന്ന്. ഞാനിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി അപ്പം തന്നെ ട്രിപ്പ് അടിച്ച്. സോ നമുക്കധികം പോസ്റ്റില്ല. 5:27 ഈ ട്രിപ്പ് ഇങ്ങോട്ടാണ് കാണിച്ചത്. അവരെ വിളിക്കണ്ടെന്ന് തോന്നുന്നു. കോതമംഗലം ടൗണിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്ടാ അടി വന്നേക്കണത്. സോ ഇപ്പോൾ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞ് 4 പേരുണ്ടെന്ന് പറഞ്ഞു. 1, 2, 3 അല്ല, 4 പേർക്ക് കയറാമല്ലോ വണ്ടിയിൽ. ഞാൻ പറഞ്ഞാൽ 4 പേർക്ക് കയറാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എടപ്പള്ളിയിൽ നിന്നാണ് ഇതിൽ കാണിച്ചത്. അപ്പോൾ എടപ്പള്ളി അല്ല, എളമക്കരയിലേക്കാണ് ഞാൻ ബുക്ക് ചെയ്തേക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ, ഞാൻ എന്തേ വന്നുകൊണ്ടിരിക്കുന്നത്. 12 മിനിറ്റ് എന്ന് പറഞ്ഞേടാ. എങ്ങനെയാണ് ഫേക്ക് ആണോന്ന് എനിക്കറിയില്ല. എനിവേ ഐ ആം ഗോയിങ് ടു പിക്ക് ദിസ് റൈഡ്. എന്താ നടക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ബി സ്റ്റേ ട്യൂൺ. അവരിവിടെ ഏതൊരു ഹോട്ടലിരുന്ന് ചായ കുടിക്കണ്ടെന്നാണ് പറഞ്ഞത്. 4 പേരുണ്ട് മോനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കുഴപ്പം, 4 പേർക്ക് കറക്റ്റ് സീറ്റിംഗ് ആണല്ലോ. 5 പേരുണ്ടെങ്കിൽ ഞാനത് ക്യാൻസലാക്കാൻ പറഞ്ഞേ. 4 പേര് ഓക്കെയാണ്. എന്നാലും ഊബർ 14 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നൊക്കെ ഒരു റിട്ടേൺ ട്രിപ്പൊക്കെ അപ്പം തന്നെ അടിച്ച് തന്നോന്നുണ്ടെങ്കിലേ ഊബർ റിട്ടേണൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. കേസ് അങ്ങനെ 3000 റുപ്പീസ് ഇട്ടാ. ഈ കസ്റ്റമർ നമുക്ക് കോതമംഗലത്ത് നിന്ന് കയറിയ കസ്റ്റമർ ആണല്ലോ. അപ്പോൾ ഒരു നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. കസ്റ്റമർ ലക്ഷദ്വീപിലുള്ള കസ്റ്റമർ ആയിരുന്നേ. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് സംസാരിക്കാം, അതാണ് നല്ലത്. സോ കോതമംഗലത്ത് നിന്ന് കയറി. അപ്പം എനിക്ക് കാണിച്ചേക്കണ 800 സംതിങ് ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
കസ്റ്റമർക്ക് എൻ്റെ അടുത്ത് കാണിക്കണത് 636 രൂപ മേടിച്ചാൽ മതി എന്നാണ് കസ്റ്റമറുടെ അടുത്ത് കാണിച്ചത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 636 രൂപയായിട്ടാ. ഊബർ ചതിച്ചെന്നൊക്കെ പറയൂലേ. എത്ര 50 കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ച് ഓടി വന്നതിന് 636 രൂപ. ഇപ്പോൾ 3000 റുപ്പീസ് നമ്മൾ ഏൺ ചെയ്തിട്ടോ. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രിപ്പിൻ്റെ പൈസ ഊബർ CNG അടിച്ചോടാ എന്ന് പറഞ്ഞ് തന്നു. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ചാൽ 150 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:20 ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. സോ ഇപ്പോൾ ട്രിപ്പ് റിക്വസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കണം കേട്ടോ. അതായത് പോസ്റ്റായി കിടക്കണതാണ് എന്തോ. ഇതിലിപ്പോൾ ബാറ്ററി 5% എന്നുള്ള രീതിയിൽ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്നൂസ് ഫോർ 5 മിനിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ട്രിപ്പ് റിക്വസ്റ്റ് പോസായത്. ഇനിയിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഇങ്ങനെ എനിക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തപ്പോൾ റെഡിയായി. പക്ഷെ ഇപ്പോൾ ഞാൻ പലതും ചെയ്ത് നോക്കിയിട്ടൊന്നും റെഡിയാണല്ല. പോസായിട്ട് തന്നെ കിടക്കണേട്ടാ. എനിവേ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഇത് സെറ്റ് ആകുമായിരിക്കും, നമുക്ക് നോക്കാം. പിന്നെ ഈ കസ്റ്റമർ ലക്ഷദ്വീപിലെ കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ലക്ഷദ്വീപിനെ പറ്റി കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടാ. ലക്ഷദ്വീപ് ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ലക്ഷദ്വീപിൽ ഇങ്ങനെ ഒരേ സ്ഥലത്തെയും ഒരേ കൾച്ചറും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ. നൈസും നല്ലൊരു അടിപൊളി മച്ചാനാണ്. കുസാറ്റിലാണ് ബ്രോ പഠിച്ചേട്ടാ. പുള്ളി പറഞ്ഞ് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയണ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തന്നിട്ടുണ്ടോ. അതായത് ലക്ഷദ്വീപ് ഷിപ്പിലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി എനിക്ക് ആ ഗ്രൂപ്പിലും കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാനുണ്ട് ഹൊസിനി ബ്രോ. പുള്ളിയും ഇതേപോലെ തന്നെ ലക്ഷദ്വീപിലുള്ള മച്ചാനാണ്. പുള്ളി പറഞ്ഞേ പോയപ്പോൾ കുറേ നേരം പിടിച്ച്, വന്നപ്പോൾ പെട്ടെന്ന് എത്തിയല്ലാന്ന്. അന്നപ്പോൾ നല്ല വ്ളോഗായിരുന്നു. നമ്മൾ ആലുവ പെരുമ്പാവൂർ റൂട്ട് വഴിയാണ് വന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കി. ഈ സമയത്തൊക്കെ വരുമ്പോൾ നല്ല വ്ളോഗായിരുന്നു. ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടാ. എങ്ങോട്ടേക്ക് ആണെന്ന് ഞാൻ നോക്കിയില്ല, ആക്സെപ്റ്റ് ചെയ്ത്. വിചാരിച്ചതുപോലെ തന്നെയാണ് ഗൈസ്. 8ന്റെ പണി എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലോക്കാണ്. ഊബർ ശരിക്കും എന്നെ പൊട്ടനാക്കണെന്ന് വേണ്ട. 220 രൂപയുടെ ട്രിപ്പ് കൊണ്ട് ഞാൻ ചാടിക്കറി എടുത്തതാണ്. ഇവിടെ എത്തിയപ്പോൾ 169 രൂപ മേടിച്ചേക്കണം. 8 വെടിക്കെട്ട് കഴിഞ്ഞ് എന്നെ ഊബർ നല്ലോണം മുതലാക്കി പിഴിഞ്ഞ് തിന്നണേ. ആണ് ഭണ്ഡാര ഗുഹ, കലൂരിലെ ഭണ്ഡാര ഗുഹ. വെറുതെ പറഞ്ഞേട്ടാ, വെറുതെ ഇടുന്ന പേരാണൊക്കെ. അമ്മോ, ഇവിടെ സിഗ്നൽ ഉണ്ട്. സിഗ്നൽ വഴിയാണ് നോക്കി പോകണം. സെറ്റാണ് നല്ല. നേവിഗേഷൻ ഇട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേണ്ട. 3000 റുപ്പീസാണ് നമ്മൾ ഇന്ന് ഏൺ ചെയ്തേക്കണത്. നമ്മുടെ മുമ്പിൽ ഇനി 9 ദിവസം മാത്രം. എൻ്റെ പൊന്നെ സ്ക്രീൻ വെച്ചേക്കണോക്കെ രക്ഷയിലിടാ. ഞാൻ ഈ പമ്പിൽ വന്ന് CNG അടിച്ചിട്ടാ. അപ്പോൾ നമ്മ ഇന്ന് ടോട്ടലി ഒരു 205, അതായത് ഇനിയൊരു 5 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കുണ്ടന്നൂരാ നിൽക്കണം വീട്ടിലോട്ട്. അപ്പോൾ ഒരു 210 കിലോമീറ്റർ നമ്മ ഇന്ന് ഓടിയിടണം കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇത് ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. നാളെ എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമല്ലോ. നാളെ എങ്ങോട്ടൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് ഏൺ ചെയ്തേക്കണത് 3225 റുപ്പീസാണ്. നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിങ് വീഡിയോ വാസ് എൻഡ് ഇട്ടാ. അതായത് നമ്മുടെ ഫസ്റ്റ് ഡേ 2500 തന്നെ മനസ്സിൽ വെച്ചിട്ട് ഇറങ്ങിയതാണ്. കറക്റ്റായിട്ട് 2500 പ്ലസ് ഒരു 500 പ്ലസ് ഒരു 700, അതായത് 3225 അല്ലേ നമ്മൾ ഒപ്പിച്ചേക്കണം. സോ ഒരു 700 രൂപ CNG അടിക്കാനും കിട്ടി. 2500 സേവ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ള 9 ദിവസം നമ്മൾ ഇനി എത്ര രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ തകർത്തിട്ടുണ്ട്. ഇനി നാളെ സെക്കൻഡ് എപ്പിസോഡാണ്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ഗൈസ്. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേണ്ട. എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ കാലിയോടി തന്നെയാണ് പോകണത്. ഞാൻ പിന്നെ ഊബറിൽ ബാറ്ററി ഒപ്റ്റിമൈസിങ് ട്രിപ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒന്നല്ല, അതിൽ ഞാൻ ഡാറ്റ സേവർ ഓഫാക്കിയതിന് ശേഷം ചാർജ് ചെയ്തിട്ട് അപ്പോൾ റെഡി ആയിട്ടാ. അപ്പോൾ പോസ് മാറി. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിട്ടാ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ടയേർഡായി. ഇപ്പോൾ സമയം കറക്റ്റ് 8:46. വീടെത്തുമ്പോൾ 9 മണി. ഫ്രണ്ട്സ്, ഇന്നത്തെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 130 റുപ്പീസ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്.
പിന്നെ CNG 627 രൂപ CNGക്കും പോയിട്ടുണ്ട്. ഇന്ന് കയറിയതിൽ ഏറ്റവും നല്ല കസ്റ്റമർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതലും ഫ്രണ്ട്ലി ആയത് നമ്മുടെ ലക്ഷദ്വീപിലെ മച്ചാനായിരുന്നു കേട്ടോ. ഇന്ന് കയറിയതിൽ ഏറ്റവും ടോപ്പ് കസ്റ്റമർ അതായിരുന്നു.